പേഴ്സണൽ ടച്ച് ചെയ്തൊരു സിനിമ എന്ന് പറയുന്നത് ഗ്രീൻ ബോർഡേഴ്സ് എന്ന് പറഞ്ഞ പടം, ഒരു പോളിഷ് മൂവിയാണത്. അത് പോളണ്ടിൻ്റെ ബെലാറസിൻ്റെ അതിർത്തികളിലൂടെ ആളുകൾ എന്താ പറയുക യൂറോപ്യൻ യൂണിയനിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള കഥയാണ്. നിങ്ങൾക്ക് ആട്ടം ഇഷ്ടപ്പെട്ടു, നല്ലൊരു കോണ്ടന്റ് ആണ് അത് കൺവേ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇന്നലെ ഒരു ദി പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാണ് കണ്ടത്. ആ മൂവി എനിക്ക് മനസ്സിലായത് ഒരു പേരൻസിൻ്റെ ഒരു മകനെ കാണാണ്ടാകുമ്പോഴൊരു വിഷമമാണ് അതിൽ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ കാണിക്കുന്നത്. ആ മകനെ കിട്ടുമ്പോൾ സന്തോഷവും മകനെ പറഞ്ഞതിലുള്ള അമ്മയുടെ വിഷമങ്ങളൊക്കെയാണ് ആ പണിഷ്മെൻറ്റ് എന്ന സിനിമയിൽ കാട്ടുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ മേളയിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ പറഞ്ഞാൽ മീ ക്യാപ്റ്റൻ ആയിരുന്നു. ഒരു മൈഗ്രേഷൻ സിനിമയാണ്. ഒരു സെനഗലിൽ നിന്നുള്ള ഒരു പയ്യൻ യൂറോപ്പിലെ അവിടുത്തെ കഷ്ടപ്പാടുകളിൽ നിന്നെല്ലാം മാറി പോകുന്ന, യൂറോപ്പിലൊരു അവിടെ പോയ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടു പോകുന്നൊരിതാണ്. അത് അവൻ ആ ഒരു സിനിമയിൽ മൊത്തം പറയുന്നത് എന്താണ് അനധികൃതമായിട്ടുള്ള ഒരു എന്താണ് മൈഗ്രേഷനെ കുറിച്ചാണ് പറയുന്നത്. വിജയം കണ്ട് മമ്മൂട്ടിയുടെ അതോടെ ചെയ്യുന്നത് വെച്ചാൽ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റി. സ്ലീപ്പ് കണ്ടിരുന്നു. സ്ലീപ്പ് അത്യാവശ്യം നല്ല പടമായിരുന്നു. അതൊരു ലീനിയർ ടൈപ്പിലെ ഇതായിരുന്നേ. ആദ്യം കുറച്ച് സ്ലോ പേസ് ആയിരുന്നെങ്കിലും പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പടം ഒക്കെ ആയിരുന്നു. കുറച്ച് ലാഗായിരുന്നു, പിടിച്ചിരിക്കാൻ കുറച്ച് ഇതുണ്ടായിരുന്നു. വിധേയം കണ്ടു. ഒരു മാരത്തോൺ പോലെയായിരുന്നു. 5 സിനിമകളോളം കണ്ടു. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് എനിക്ക് ഫാമിലിയും പിന്നെ ഗ്രീൻ ബോർഡർ എന്ന് പറഞ്ഞൊരു 2 പടങ്ങളാണ്. അപ്പോൾ ഫാമിലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോൺ പലാത്തറയുടെ പല പടങ്ങളും എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ OTT അതിൽ ആ ഒരു സ്പേസിലിരുന്ന് കാണാൻ പറ്റിയിട്ടുള്ളൂ, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് പുള്ളിയുടെ ഇപ്പോൾ ഫാമിലി ഇപ്പോൾ ഇത്രയും ഒരു ഓഡിയൻസ്, അതും ഒരു നീഷ് ഓഡിയൻസിൻ്റെ കൂടെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു സംഭവമാണ്. ക്രിസ്റ്റ്യൻ ബെറ്റ്സോൾട്ടിൻ്റെ അഫയർ കണ്ടിരുന്നു. നല്ല സിനിമയാണത്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ദിവസം കണ്ടതിൽ എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയ ഫിലിം ആട്ടമാണ്. ഭയങ്കര, അതായത് അതിൽ സിനിമോട്ടോഗ്രാഫി ആയാലും ഡയറക്ഷൻ ആയാലും സ്ക്രീൻ പ്ലേ, കാസ്റ്റിംഗ് അസാധ്യ കാസ്റ്റിംഗാണ്, അസാധ്യ സ്ക്രീൻ പ്ലേ ആണ്.